ഹലോ ഗൈസ്, ഈ ടേബിളിൽ കാണുന്നത് എൻ്റെ ഇന്നത്തെ ഭക്ഷണമാണ്. ഏപ്രിൽ മാസമല്ല ഗൈസ്, അതികഠിനമായ ചൂടാണ്. നമുക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല ഈ ചൂട്, ഈ ക്ലൈമറ്റിൽ. ചൂട് എന്ന് ചൊല്ലിയത് നമ്മൾ വായിൽ പറയുന്ന ചൂടല്ല ഗൈസ്, വെന്ത് ഉരുകുന്ന ചൂട് എന്ന് പറയും. ഒരു മനുഷ്യരെ പോലെ ഈ ചൂടിൻ്റെ നമുക്ക് ഭക്ഷണം. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനത്തെ ഒരു ട്രൈ ചെയ്യുകയാണ്. ഞാനിതാക്കിയ ഗൈസ്, ഇത് കാണുന്ന ഗൈസ്, ഞാനിത് ഇന്നാക്കിയ കറിയാണ്. വെള്ളരിക്ക, ഈ പീസ് വെള്ളരിക്ക, പിന്നെ വെളുത്ത പാറ് കണ്ട, രണ്ടും മിക്സ് ആക്കിയിട്ട് നല്ല 2 തേങ്ങ ഇട്ട് തടിച്ചിട്ട് ജ്യൂസിലടിച്ചിട്ട് നല്ല ചാറാക്കിയാണ്. നമ്മളെ വയറിനെല്ലാം നല്ലൊരു ആശ്വാസം കിട്ടുമെന്നെല്ലാം പറയും. അതുകൊണ്ട് ഞാനൊരു ട്രൈ ആക്കി. ഇതാ നല്ല മാങ്ങാവ് വാങ്ങി, ഉണക്ക് നങ്കിനെ കാച്ചി. ഇത് നല്ല നാടൻ മാങ്ങാണ്, പച്ചമാങ്ങാനെ നല്ല പച്ചമുളകും ഇതെല്ലാം ഇട്ടിട്ട് അത്ര തന്നെ 4 പീസാക്കിയിട്ട് നമുക്ക് ഇന്ന് ഇപ്പോൾ ഉച്ചക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി നാച്ചുറലാണ്. ഇതാ കക്കിരിയുണ്ട്. ഇതെല്ലാം നല്ലതെന്ന് പറയുന്നല്ല, ബാറ്റേക്കല്ല. നമുക്ക് ഇതിനെക്കുറിച്ച് അത്ര വലിയ നോളജ് ഒന്നുമില്ല. അതിനോട് ഞാനിന്ന് കക്കിരി വാങ്ങി ട്രൈ ആക്കി. ഇതാ കഞ്ഞിവെള്ളം, ഇതാണ് ചോറ്. അപ്പോൾ ഗേസ്, നിങ്ങളും ഇങ്ങനത്തെ തന്നെ ട്രൈ ആക്കണം ഗേസ്. ഉച്ചക്കല്ല ഈ കോഴി, ബീഫ്, പിന്നെ എന്തെല്ലാം ഇല്ല ഇപ്പോഴത്തെ ഭക്ഷണം, അതെല്ലാം ഇപ്പോൾ വായിക്കുന്ന രുചിയില്ല. ഇതെന്താ ഞാൻ നിങ്ങൾക്ക് കാട്ടിച്ച് തരാം. ഇതാ പിന്നെ ഒരു സാധനമുണ്ട്. ഇതാ ഞാൻ എന്നെ മാങ്ങ വാങ്ങിയിട്ടില്ലേ, മരത്തിന് ഞാൻ എന്നെ കയറിയിട്ട് കൊണ്ടുവന്ന്. ഇതാ നാടൻ മാങ്ങാണ്, ഞാൻ എന്നെ ഉണ്ടാക്കിയതാണ്, വേറെ പീടയിൽ നിന്ന് വാങ്ങിയതെന്നല്ല. നല്ല നാടൻ ഒരു അളവിലിട്ട് വെച്ചതാണ് ഉണ്ടായി. അപ്പം ഞാനിതാ ഈ കറിയാണ് മെയിൻ. ഇന്നത്തെ ഇതാണ് എൻ്റെ മെയിൻ. ഇതാ വെളുത്ത പയറും വെള്ളരിക്കാണ്. അത്ര ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു. ഞാൻ ഒന്ന് ഇതാക്കി നോക്കുന്നു. നമുക്കിപ്പോൾ കഴിച്ച് ഇത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വയറിലേക്ക് പോകുമ്പോൾ നല്ലൊരു തണുപ്പിൻ്റെ ഫീലാണ് ഇപ്പോൾ കിട്ടുന്നത് ഗെയ്സ്. അപ്പോൾ ഗെയ്സ്, ഈ ബ്ലോഗ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും കുട്ടികളുണ്ടാവല്ലോ, അവർക്കെല്ലാം നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. വെള്ളരിക്കാവും ഇത് വെളുത്ത പയറെല്ലാം ഇട്ട കറി, പിന്നെ ഇതാ ഒരു ഗ്ലാസ് കഞ്ഞിയുണ്ട് ഗെയ്സ്. ഞാൻ വിഷയം പറഞ്ഞിട്ട് എനിക്ക് തൊണ്ടന്ന് ഇതായോ, അപ്പോൾ തൊണ്ട ഒന്ന് നനയ്ക്കുക. ഇപ്പോൾ ഒരു സമാധാനമായി കഞ്ഞിവെള്ളം കുടിച്ചിട്ടാണ്. അപ്പോൾ ഗേസ്, നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണം ഗേസ്. ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുകയാണ്. അപ്പം നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യണം. എപ്പോൾ നിങ്ങൾ മറ്റേ ഹെവി ഫുഡെല്ലാം അടിക്കുന്നതല്ല ഇപ്പോഴത്തെ തലമുറ. അപ്പോൾ ഇങ്ങനെയും കുട്ടികൾക്ക് എല്ലാ അമ്മമാരോടും ഉമ്മമാരോടും ഞാൻ ഒരു പ്രത്യേക അറിയിപ്പാണ്. അവർക്ക് ഇങ്ങനത്തെ കൊടുത്തിട്ട് നിങ്ങൾ ഈ കുട്ടികൾക്ക് ശീലിപ്പിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഫുഡിൻ്റെ ഒരു അറിവാണ് ഗെയ്സ്. എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു അറിവാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്കറിയുന്ന അറിവ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഈ ബ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സുകളെ, ഗെയ്സുകളെ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ഒന്ന് നാളെയോ മറ്റന്നാളത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അടുത്ത നല്ല അറിവുള്ള വീഡിയോയുമായി മുൻഷ നാളെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്.